വീട്ടുജോലികൾ ചെയ്ത് ചോര നീരാക്കി വളർത്തിയ മകൾ കൊലയാളിയായി വിധിക്കപ്പെട്ട് ഒരു വിദേശ രാജ്യത്ത് വധശിക്ഷ കാത്തു കഴിയുന്നു. അവരുടെ ജീവൻ രക്ഷിക്കാനുള്ള എല്ലാ വഴികളും തേടാതെ അവർക്കെങ്ങനെ ഉറങ്ങാനാവും? അങ്ങനെയാണ് യമനിലേക്ക് കിഴക്കമ്പലത്തെ വീട്ടുജോലിയിൽ നിന്ന് അവധിയെടുത്ത് ആഭ്യന്തര യുദ്ധങ്ങളുടെ മുറിവേറ്റ് കിടക്കുന്ന സന എന്ന യമനി വൻനഗരത്തിലേക്ക് പ്രേമകുമാരി എന്ന 57 വയസ്സുള്ള അമ്മ എത്തിച്ചേരുന്നത്. 2017 മുതൽ ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയുടെ വധശിക്ഷ ഹൂത്തികളുടെ സുപ്രീം പൊളിറ്റിക്കൽ കൗൺസിൽ പ്രസിഡന്റ് മഹദി അൽ മഷാദ് ശരിവെച്ചു എന്ന വാർത്തയ്ക്ക് പിന്നാലെയാണ് ആ അമ്മ യമനിലേക്ക് പോകാൻ ശ്രമം തുടങ്ങിയത്. ഹൂത്തി നിയന്ത്രണത്തിലുള്ളതും ആഭ്യന്തര യുദ്ധം കൊടുമ്പിരി കൊണ്ടതുമായ യമനിലേക്ക് പോകാൻ ഇന്ത്യക്കാർക്ക് അനുമതി ലഭിക്കാതിരുന്നത് കൊണ്ട് പ്രേമകുമാരിക്ക് യമനിലേക്ക് പോകാൻ നിയമ പോരാട്ടം നടത്തേണ്ടി വന്നു. യാത്രാനുമതിക്കായി ഡൽഹി ഹൈക്കോടതിയിൽ സമർപ്പിച്ച പെറ്റീഷനിലാണ് യമനിലെ കൊലപാതക കഥയിലെ നിമിഷപ്രിയയുടെ ഭാഗം അനാവരണം ചെയ്യപ്പെട്ടത്. കഠിനാധ്വാനം ചെയ്ത് വളർത്തിപ്പഠിപ്പിച്ച മാതാപിതാക്കൾക്ക് തണലാകാമെന്ന സ്വപ്നവുമായി നിമിഷപ്രിയ എന്ന പാലക്കാട് കൊല്ലങ്കോട് സ്വദേശിയായ നഴ്സ് 2008 യമനിലേക്ക് പോയത്. പ്രതിസന്ധികൾ മറികടന്ന് സനായിൽ ഒരു സർക്കാർ ആശുപത്രിയിൽ അവർ ജോലി നേടി. 2011 പിന്നീട് നിമിഷപ്രിയ തിരികെ കേരളത്തിലെത്തുന്നത്. തൊടുപുഴ സ്വദേശിയായ ടോമി തോമസുമായുള്ള വിവാഹത്തിനായി. 2014 യമനിൽ ഇറാൻ പിന്തുണയുള്ള ഹൂത്തികൾ സനായുടെ അടക്കം നിയന്ത്രണം പിടിച്ചെടുത്തു. ഹൂത്തികളും സൗദി നേതൃത്വത്തിലുള്ള യമനി സഖ്യസേനയും തമ്മിലുള്ള സംഘർഷം രൂക്ഷമായതോടെ യമനിലേക്ക് യാത്ര ചെയ്യരുതെന്ന് ഇന്ത്യ ഗവൺമെന്റ് അറിയിപ്പ് നൽകി. അതിന് 1.5 മാസം മുൻപ് നിമിഷപ്രിയ യമനിലേക്ക് മടങ്ങിയിരുന്നു. 2 വയസ്സുള്ള കുഞ്ഞുമായി യമനിലേക്ക് പോവാനിരുന്ന ഭർത്താവിന് ആഭ്യന്തര സംഘർഷം മൂലം യാത്ര മുടങ്ങി. 2015 തൻ്റെ വേതനം കുറഞ്ഞ ജോലി ഉപേക്ഷിച്ച് നിമിഷപ്രിയ സ്വന്തമായി ക്ലിനിക്ക് തുടങ്ങാനുള്ള ശ്രമം തുടങ്ങി. യമനിലെ നിയമം സ്വദേശികൾക്ക് മാത്രമേ സംരംഭങ്ങൾ തുടങ്ങാൻ അനുവദിക്കുമായിരുന്നുള്ളൂ എന്നതുകൊണ്ട് തലാൽ അബ്ദോ മെഹദി എന്ന യമനി പൗരനുമായി പങ്കാളിത്തത്തിൽ ക്ലിനിക്ക് തുടങ്ങേണ്ടി വന്നു. അതേ വർഷം നിമിഷപ്രിയ 1 മാസത്തെ അവധിക്ക് കേരളത്തിൽ വന്നപ്പോൾ തലാൽ അബ്ദോ മെഹദിയും ഒപ്പമുണ്ടായിരുന്നു. ഈ യാത്ര നിമിഷപ്രിയയുടെ കേസിൽ ഒരു നിർണായക വഴിത്തിരിവാകുകയായിരുന്നു. മകളെ സന്ദർശിക്കാൻ യമനിലേക്ക് പോവാൻ അനുമതി ആവശ്യപ്പെട്ട് 2023 നിമിഷപ്രിയയുടെ അമ്മ നൽകിയ ഹർജിയിൽ മഹദി കേരളത്തിൽ വെച്ച് നിമിഷപ്രിയയുടെ വിവാഹ ഫോട്ടോകളിലൊന്ന് മോഷ്ടിച്ചതായി ആരോപിച്ചിരുന്നു. പിന്നീട് നിമിഷപ്രിയയെ വിവാഹം ചെയ്തുവെന്ന് തെളിവുണ്ടാക്കാൻ മഹദി ഈ ചിത്രത്തിൽ കൃത്രിമം കാട്ടിയെന്നായിരുന്നു പരാതി. കാലക്രമത്തിൽ നിമിഷപ്രിയയും മഹദിയും തമ്മിലുള്ള ബന്ധം വഷളായി. മഹദിയുടെ പീഡനത്തിന് പുറമെ ക്ലിനിക്കിലെ വരുമാനവും അയാൾ ചോർത്താൻ തുടങ്ങി. ഇത് ചോദ്യം ചെയ്തപ്പോൾ അയാൾ കൂടുതൽ ശത്രുതാപരമായി പെരുമാറിയെന്നും പരാതിയിൽ പറഞ്ഞിരുന്നു. പാസ്പോർട്ട് പിടിച്ചു വെക്കുകയും ശാരീരികവും മാനസികവുമായി പീഡിപ്പിക്കുകയും ചെയ്തതോടെ നിമിഷ പോലീസിൽ പരാതിപ്പെട്ടെങ്കിലും അവർ നിമിഷയെ അറസ്റ്റ് ചെയ്ത് 6 ദിവസം കസ്റ്റഡിയിൽ വെച്ചുവെന്നും പരാതിയിൽ പറയുന്നു. മഹദിയുടെ രൂക്ഷപീഡനം സഹിക്കാതെ അതിൽ നിന്ന് രക്ഷ നേടാൻ വഴിതേടിയ നിമിഷപ്രിയയെ ഉപദേശിച്ചത് മഹദി മുൻപ് കഴിഞ്ഞിരുന്ന ജയിലിലെ വാർഡനാണ്. മയക്കാനുള്ള മരുന്ന് നൽകിയ ശേഷം പാസ്പോർട്ട് കൈക്കലാക്കി രക്ഷപ്പെടുക. പക്ഷേ മയക്കുമരുന്ന് ഉപയോഗിച്ചിരുന്ന മഹദിക്ക് ആദ്യം നൽകിയ സെഡേഷൻ ഫലിക്കാതെ വന്നപ്പോൾ ഡോസ് കൂട്ടുകയും മഹദി മരിക്കുകയുമാണ് ഉണ്ടായത്. 1 മാസം കഴിഞ്ഞ് യമന്റെ സൗദി അതിർത്തിയിൽ വെച്ച് നിമിഷപ്രിയ അറസ്റ്റ് ചെയ്യപ്പെട്ടു. തലാൽ മഹദിയുടെ വെട്ടിമുറിക്കപ്പെട്ട ശരീരം വാട്ടർ ടാങ്കിൽ നിന്ന് കണ്ടെത്തിയതിന് പിന്നാലെയായിരുന്നു അറസ്റ്റ്. 2020 വിചാരണ കോടതി നിമിഷയ്ക്ക് വധശിക്ഷ വിധിച്ചു. 2023 സുപ്രീം ജുഡീഷ്യൽ കൗൺസിൽ വിധി ശരിവെച്ചു. ഇതോടെ നിമിഷപ്രിയയുടെ ജീവൻ രക്ഷിക്കാനുള്ള ശ്രമം തുടങ്ങി. ആക്ഷൻ കൗൺസിൽ രൂപീകരിക്കപ്പെട്ടു. ദിയാധനം നൽകി വധശിക്ഷയിൽ നിന്ന് ഒഴിവാകാനുള്ള വഴി അപ്പീൽ കോടതി തുറന്നിട്ടിരുന്നു. പക്ഷേ യമനിലേക്കുള്ള യാത്രാനുമതി ലഭിക്കാതിരുന്നത് വലിയ പ്രതിസന്ധിയായി. പിന്നീട് ഡൽഹി ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് വിദേശകാര്യ മന്ത്രാലയം യാത്രാനുമതി നൽകിയത്. 2024 ഏപ്രിൽ 23 പ്രേമകുമാരി സനായിലെത്തിയത്. മഹദിയുടെ കുടുംബത്തിൽ നിന്ന് മാപ്പ് ലഭിക്കാനായുള്ള നീക്കം ആരംഭിച്ചു. ഇരയുടെ കുടുംബത്തെ കാണാൻ യമനിലെ നിയമം അനുവദിക്കാത്തത് കൊണ്ട് ഇടനിലക്കാർ ആവശ്യമായിരുന്നു. അതിനു തന്നെ വൻ തുകയാണ് അഭിഭാഷകർ ആവശ്യപ്പെട്ടത്. ഈ തുകയുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ ഇടനില ചർച്ചകൾ പിന്നെയും വൈകിച്ചു. 2024 ഡിസംബർ 31 നിമിഷപ്രിയയ്ക്ക് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം സഹായം വാഗ്ദാനം ചെയ്തു. ഇറാൻ മധ്യസ്ഥതയ്ക്ക് തയ്യാറായി. ദിയാധനം നൽകി നിമിഷപ്രിയയെ രക്ഷിക്കാൻ ശ്രമങ്ങൾ മുന്നോട്ട് പോകുന്നതിനിടെ നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പാക്കാൻ പോകുന്നതായി പലവട്ടം വാർത്തകൾ പ്രചരിച്ചു. ഇനിയുള്ള ഓരോ ദിവസവും നിർണായകമാണ്.
സാമ്പത്തികവും നയതന്ത്രപരവുമായ സഹായങ്ങൾ കൂടിയേ തീരൂ. ചെയ്യാത്ത കുറ്റത്തിന് ശിക്ഷിക്കപ്പെട്ട് യമനിലെ ജയിലിൽ കഴിയുന്ന അമ്മ തിരികെ വരുമെന്ന് വിശ്വസിച്ച് കഴിയുന്ന ഒരു 12 വയസ്സുകാരി മകളുണ്ട് കേരളത്തിൽ. ആ കുഞ്ഞിന് മുന്നിലേക്ക് അവളുടെ അമ്മയെ കൂട്ടിക്കൊണ്ടുവരാൻ കഴിയുമെന്ന് വിശ്വസിച്ച് സനായിൽ കഴിയുന്ന ഒരു അമ്മയുമുണ്ട്.